നമ്മുടെ വിഷയം സക്കാത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സക്കാത്തിൻ്റെ അവകാശികളിൽ ഫക്കീറിനെയും മിസ്കീനെയും നമ്മൾ പറഞ്ഞിരുന്നു. അവകാശികൾ 8 പേരാണ് എന്നതിനൊക്കെ ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളും ഓതിയിരുന്നു. ഇനി അതിൻ്റെ ശേഷമുള്ള അവകാശികൾ ആരെല്ലാമാണ്? ബാക്കി 6 പേരുണ്ട്. കഴിയുന്നത് മാത്രം ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കും. ബാക്കിയുള്ള ആളുകൾ സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ബാക്കി 6 പേരിൽ നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കടക്കാരായ ആളുകൾ, വൽ ഖാരിമി വൽ ആമിലൂനാലെ, സക്കാത്തിൻ്റെ തൊഴിലാളികൾ, സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ. സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ പരിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. സക്കാത്ത് സംഭരിക്കാനും ശേഖരിക്കുവാനും അതിൻ്റെ കണക്കെടുപ്പ് നടത്തുവാനും സക്കാത്തിൻ്റെ മൃഗങ്ങൾക്ക് അതിനെ മേച്ചു കൊണ്ട് നടക്കുവാനും പോറ്റി വളർത്തുവാനും അതിന് തീറ്റ കൊടുക്കുവാനും അതുപോലെ കച്ചവടത്തിൻ്റെ മാർക്കറ്റിൽ പോയിക്കൊണ്ട് സാധനങ്ങൾക്ക് വില കെട്ടുവാനും ഇന്നത്തെ വില നിലവാരമനുസരിച്ച് ലാഭവും നഷ്ടവും കണക്ക് കൂട്ടുവാനും എല്ലാ അക്കൗണ്ടുകളും ഡീറ്റെയിൽസായി രേഖപ്പെടുത്തുവാൻ അതുപോലെ അത് വിതരണം ചെയ്യുവാൻ ഇതിനൊക്കെ വലിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും. ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സക്കാത്തിൻ്റെ അവകാശമുണ്ട്. അവർ മുതലാളിമാരാണെങ്കിലും കൊടുക്കണം. മുതലാളിമാർക്ക് സക്കാത്ത് വാങ്ങാനുള്ള അവകാശമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഫക്കീർ മിസ്കീൻ എന്ന് മാത്രം പറഞ്ഞിട്ട് പാവപ്പെട്ടവൻ്റെ അവകാശം, പാവപ്പെട്ടവന് അവകാശമുണ്ട്. ഒന്നാമത്തെ അവകാശം പാവപ്പെട്ടവർക്കാണ്. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ, ആദ്യത്തെ കാറ്റഗറിയിൽ പാവപ്പെട്ടവരാണ്. പക്ഷെ പാവപ്പെട്ടവർ മാത്രമൊന്നുമല്ല, സക്കാത്തിൻ്റെ ഉദ്യോഗത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അവർ സമ്പന്നരാണെങ്കിലും ശരി അവർക്ക് സക്കാത്ത് കൊടുക്കണം. കാരണം അള്ളാഹു അവരെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് അവരെ ദാരിദ്ര്യവും സമ്പന്നതയും നോക്കിയിട്ടല്ല. അവരുടെ ജോലി എന്താണ്? ഇതാണ് ജോലി എങ്കിൽ അവർ സക്കാത്തിൻ്റെ അവകാശികളാണ്. അവർക്ക് എത്രയാ കൊടുക്കേണ്ടത്? ഒരു സാധാരണ മിതമായ വേതനം. ഒരാൾ 1 മാസം പണിയെടുത്താൽ എന്ത് കിട്ടും? ഒരു BCom കഴിഞ്ഞ, ഒരു CA കഴിഞ്ഞ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ കാലികളെ മേക്കുന്നവനാണെങ്കിൽ 1 മാസം അവൻ സക്കാത്തിൻ്റെ കാലികളെ, കന്നുകാലികളെ മേച്ചു നടക്കുന്നവനാണ്. അവൻ എന്ത് കൊടുക്കേണ്ടി വരും? അല്ലെങ്കിൽ ഒരു ഷോപ്പുകളിലൊക്കെ കയറിയിട്ട് നമ്മൾ സെയിൽസ് ഓഫീസർമാരൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം ഒരു ഓഫീസർക്ക് 1 മാസത്തിൽ എന്ത് ശമ്പളം കൊടുക്കേണ്ടി വരും? ഒരു 30,000 രൂപ. എങ്കിൽ ആ 30,000 രൂപ അദ്ദേഹത്തിന് സക്കാത്തായിട്ട് കൊടുക്കണം. അവൻ വീട്ടിൽ വലിയ മുതലാളിയായിരിക്കും, പക്ഷേ പരിശുദ്ധ ഖുർആൻ അവൻ സക്കാത്തിൻ്റെ അവകാശിയായിട്ട് എണ്ണിയിട്ടുണ്ട്. ഇതെന്തിനാണ്? ഇത് സംവിധാനം ഇവിടെ നിലനിൽക്കണം. ഒരു രാഷ്ട്രത്തിൽ ഇങ്ങനെ സംവിധാനം ഉണ്ടാകണം. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇനി ഇപ്പം നമ്മളെ പള്ളിയിലെത്തിന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ രാഷ്ട്രമില്ലല്ലോ നമുക്ക്. അല്ല, അങ്ങനെയല്ല. നമുക്ക് കഴിയുന്നത്രയൊക്കെ ചെയ്യാം. നമുക്ക് കാളിയില്ലേ? കാളി എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിച്ചു കൊടുക്കാനും കഴിച്ച കല്യാണം പിരിച്ചുവിടാനും അധികാരമുള്ള ആളല്ലേ കാളി. നമുക്ക് കാളിമാരുണ്ടല്ലോ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടായ തൊലാക്ക് ചൊല്ലിക്കൊടുക്കുന്നില്ല, എന്നാൽ ഫസ്ഖാക്കി കൊടുക്കാനുള്ള അധികാരം കാളിക്കുണ്ടല്ലോ. അപ്പോൾ ഭരണാധികാരിയല്ലേ. ഓരോ സംഘടനക്കും ഓരോ കാളി, അതിനൊന്നും കുഴപ്പമില്ല. എൻ്റെ സംഘടനക്ക് ഒരു കാളി. ഇപ്പോൾ കാളിമാർ തമ്മിൽ അടിയാ. ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കേട്ടില്ല നിങ്ങൾ, ഓരോ തറവാടിനും ഓരോ കാളിയാ. അപ്പം അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ സക്കാത്ത് പിരിച്ചെടുക്കാനും സംഭരിക്കാനും അത് വിതരണം ചെയ്യാനും ഒരു ഏകീകൃത രൂപം വേണം, ഒരു അതോറിറ്റി വേണം, അതിനൊരു ബോഡി വേണം, ഒരു സക്കാത്ത് ഫൗണ്ടേഷൻ വേണം, ഒരു ബൈത്തു സക്കാത്ത് വേണം എന്ന് പറയുമ്പോഴേക്ക് അല്ല, അത് അതിനിപ്പോൾ പോലീസും പട്ടാളും വേണ്ടേ? അത് ഞമ്മക്കില്ലല്ലോ. ആരെ പറഞ്ഞു പോലീസും പട്ടാളും വേണമെന്ന്? വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കണമെങ്കിൽ പോലും ഭരണകൂടം വേണമെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ജുമാ നിസ്കരിക്കുന്നില്ല. ഇവിടെ ഇമാം അബൂ ഹനീഫ് റഹിമഹുള്ള പറഞ്ഞത് ഭരണാധികാരി ഇല്ലെങ്കിൽ ജുമാ ഉണ്ടാവില്ല എന്നാ. ഭരണാധികാരിക്ക് ജുമാ നിർത്താനുള്ള അവകാശമുള്ളൂ. അല്ല ഞാൻ കണ്ട പള്ളി മുഴുവൻ ജുമാ നിസ്കാരം ഉണ്ടാക്കും, പാർട്ടിയും സംഘടനയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അവർ പറഞ്ഞതൊക്കെ ശരിയാണ്, നമ്മളതിനെ തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ അപ്പറഞ്ഞതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ഭരണാധികാരി ഇല്ലെങ്കിൽ പള്ളിയിൽ വന്ന് ജുമാ നിസ്കരിക്കണ്ടെന്നല്ലല്ലോ. കഴിയുന്നത്ര നമ്മൾ ചെയ്യണം എന്നതുപോലെ നമുക്ക് കഴിയുന്നത്ര ഒരു കോർഡിനേഷൻ ഉണ്ടാക്കണം. എല്ലാവരും കൂടി ഒന്നും ഐക്യപ്പെടൂല. ഐക്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ല. നമ്മുടെ പള്ളിയിൽ വന്ന് ജുമാ നിസ്കരിക്കുന്നവരൊക്കെ, ഈ പ്രസംഗം കേൾക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇതിനോട് സഹകരിക്കുന്നവരല്ലേ. അപ്പം അവരൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര മുതലാളിമാരുണ്ട്, എത്ര ബിസിനസ്സുകാരുണ്ട്, എത്ര ഗവൺമെൻറ് ഓഫീസർമാരുണ്ട്, നമുക്ക് സക്കാത്ത് കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് സ്വരൂപിച്ചുകൂടെ? ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിക്കൂടെ? ബൈത്തു സക്കാത്ത് ഇന്ന് ഗവൺമെൻറ് ഈ ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ടല്ലോ. കുവൈത്തിന് ബൈത്തു സക്കാത്തും ഉണ്ട്, അതുപോലെ തന്നെ ഖത്തറിന് ബൈത്തു സക്കാത്തും ഉണ്ട്. ബൈത്തു സക്കാത്തിൻ്റെ പേരിൽ വലിയ സംരംഭങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.
അവിടെയൊക്കെ ഇപ്പോൾ സക്കാത്ത് കൊടുക്കാത്തവരടുത്ത് പോയിട്ട് പോലീസും പട്ടാളും പോയിട്ട് പിടിച്ചു വാങ്ങുന്നുണ്ടോ? അങ്ങനെയൊന്നും പിടിച്ചു വാങ്ങുന്നൊന്നുമില്ല. അതിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. അള്ളാനെ പേടിക്കുന്നവർ കൊടുക്കും. അങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കിയാൽ, അങ്ങനെ ഒരു ഖജനാവ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിനെ സത്യസന്ധമായ രീതിയിൽ സംഭരിക്കുകയും വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈ നാട്ടിലെ മുതലാളിമാർക്ക് ബോധ്യപ്പെട്ടാൽ അവർ സഹകരിക്കും. കൃത്യമായി അത് പാലിക്കാൻ കഴിയും. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഓഫീസർമാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് സക്കാത്ത് കൊടുക്കണം. മറ്റൊരു വിഭാഗം, നാലാമത്തെ വിഭാഗം, ഞാൻ പരിശുദ്ധ ഖുർആനിലെ ക്രമമനുസരിച്ചല്ല പറയുന്നത്. നാലാമത്തെ വിഭാഗം അൽ മുഅല്ലഫത്തു ഖുലൂബുഹും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇസ്ലാമിന് വേണ്ടി ഇണക്കപ്പെടുന്ന ആളുകൾ, ചില ആളുകളെ ഇണക്കി കൊണ്ടുവരേണ്ടി വരും. ഇസ്ലാമിലേക്ക് അവൻ കാശ് കൊടുത്താൽ, സക്കാത്ത് കൊടുത്താൽ അവൻ ഇങ്ങോട്ട് കടന്നു വരും. എങ്കിൽ അവന് സക്കാത്ത് കൊടുക്കണം. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചില ആളുകളെ സമ്പത്ത് കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിൽ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെ മകൻ സഫ്വാൻ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ള കാണിച്ചു കൊടുത്തു, സഫ്വാൻ, നിങ്ങൾ ഈ കൂമ്പാരം കാണുന്നുണ്ടോ? ഹുനൈൻ യുദ്ധത്തിൽ പിടികൂടിയിട്ടുള്ള സ്വത്തിൻ്റെ കൂമ്പാരം കാട്ടിക്കൊടുത്തുകൊണ്ട്, വലിയ കുന്നാണ്, അതിലൊരുപാട് സ്വർണങ്ങളുണ്ട്, ഒരുപാട് ആയുധങ്ങളുണ്ട്, ഒരുപാട് പടച്ചട്ടകളുണ്ട്. ഈ കൂമ്പാരം കണ്ടിട്ടുണ്ടോ? സഫ്വാൻ പറഞ്ഞു, അതെ. എന്നാൽ ഈ കൂമ്പാരം നിങ്ങൾക്കുള്ളതാണ്. സഫ്വാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെ മകനാണ് സഫ്വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹിൻ്റെ അന്ന് പിടിച്ചു കൊണ്ടുവന്ന് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സഫ്വാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് ദയവ് കൊടുത്തു. അങ്ങനെ ഹുനൈനിലേക്ക് കൊണ്ടുപോയി. സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് വലിയ കൂമ്പാരം കണക്കെ സ്വത്ത് കൊടുത്തു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ മനസ്സിനെ ഇണക്കി കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്തിൽ വിഹിതമുണ്ട്. അതുപോലെ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ആളുകളുണ്ടാകും. അവർക്ക് ഏതായിരുന്നാലും കൊടുക്കണം. എന്നാൽ അവരുടെ കൂട്ടത്തിൽ പാവമല്ല, വലിയ തറവാട്ടുകാരനാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തൻ്റെ തറവാട് മുഴുവനും കുളം തോണ്ടിപ്പോയി, തൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി, തൻ്റെ മക്കൾ തന്നെ ഉപേക്ഷിച്ചു പോയി, തൻ്റെ ഗവൺമെൻറ് ജോലി നഷ്ടപ്പെട്ടു പോയി. അവനെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ ആളുകൾക്ക് നല്ലൊരു താല്പര്യമുണ്ട്. അല്ല, ഓരോ കൂട്ടത്ത് കൂടിയാൽ അങ്ങനെ അന്നം മുട്ടിപ്പോകുന്നില്ല. അവരെ കൂട്ടത്ത് കൂടിയാൽ എല്ലാ നിലക്കും മാന്യമായി ജീവിക്കാൻ കഴിയും. കൈ കാട്ടി ഇരക്കാതെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കാശ് വരുമെന്ന് തോന്നിയാൽ അവർക്ക് പ്രതീക്ഷ ഉണ്ടാകും. അതുകൊണ്ട് അത്തരക്കാരായ ആളുകളെ കണ്ടുപിടിച്ച് നമ്മളവരെ പുതുമുസ്ലിം എന്നൊന്നും പറഞ്ഞ് അവഹേളിക്കേണ്ട ആവശ്യമില്ല. പുതുമുസ്ലിം ആയിരിക്കും ഒരു പക്ഷേ നമ്മളെക്കാളും മുമ്പേ സ്വർഗത്തിൽ പോകുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് അത്തരക്കാരായ ആളുകളെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പരിഗണിക്കണം. വൽ മുഅല്ലഫത്തു ഖുലൂബുഹും. ഈ കാലത്ത് അങ്ങനത്തെ ആളുകളില്ല എന്ന് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ അത് ശരിയല്ല. ഈ കാലത്തും ഉണ്ട് അത്തരം ആളുകൾ. അവരെ അനുനയിപ്പിക്കണം. ചില എന്താ പറയുക, നമ്മൾ ഗുണ്ടായിസം കളിക്കുന്ന ആളുകളുണ്ട്. ഗുണ്ടായിസം കളിക്കുന്ന മാഫിയ സംഘങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ അവരെ ചിലപ്പോൾ ഇണക്കേണ്ടി വരും. അവരെ മയക്ക് വെടിവെക്കേണ്ടി വരും. അവർക്ക് ചിലപ്പോൾ സമ്പത്ത് കൊടുക്കേണ്ടി വരും. ഇസ്ലാമിനെതിരിൽ പരിഹസിക്കുന്ന ചാനലുകളുണ്ട്, പത്രമാധ്യമങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പരസ്യം കൊടുക്കേണ്ടി വരും. അവരെ പ്രലോഭിപ്പിക്കേണ്ടി വരും അടക്കിയിരുത്തണമെങ്കിൽ. അതുപോലെ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുണ്ട്. അത്തരം രാജ്യങ്ങളോട് സാമ്പത്തികമായ നിലക്ക് നല്ല ഡീലിംഗ് നടത്തി അവരുടെ മനസ്സിനെ ഇങ്ങോട്ട് അടുപ്പിക്കേണ്ടി വരും. ഇസ്ലാമിനെതിരിൽ യുദ്ധത്തിന് വരുന്ന രാജ്യങ്ങളില്ലേ, അത്തരം രാജ്യങ്ങൾ. ഇതിപ്പോൾ രാജ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിടിയിൽപ്പെട്ടതല്ല. എന്നിരുന്നാലും വിഷയം പറയുമ്പോൾ പറയണ്ടേ, സമ്പന്നമായ മുസ്ലിം രാജ്യങ്ങളുണ്ട്. കോടിക്കണക്കിന് മില്യൺ ഡോളറുകൾ ഖജനാവിൽ വെച്ചിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട്. അത്തരം മുസ്ലിം രാജ്യങ്ങളിൽ ഒരു രാജ്യം വിചാരിച്ചാൽ മറ്റേതെങ്കിലും ഒരു അമുസ്ലിം രാജ്യത്തെ ഡിപ്ലോമാറ്റിക്കലായി സമീപിച്ചുകൊണ്ട് സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അവർക്ക് എടുത്തു കൊടുത്തുകൊണ്ട് അവരുടെ ഫിത്തന ഇല്ലാതെ ഫിത്തന അടക്കം ചെയ്യാൻ സാധിക്കും. വൽ മുഅല്ലഫത്തു ഖുലൂബുഹും. അതിൻ്റെ പട്ടിക വളരെ വിശാലമാണ്. ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ ഒന്നും വേണ്ട. എന്തിനാ പോൽക്കൊക്കെ പോയി കൊടുക്കുന്നത്? ഓല് നമ്മളെ ജാതിയിൽപ്പെട്ടതല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പടി താഴ്ന്നുകൊണ്ട് പറയുന്നു, നമ്മുടെ ജാതിയിൽപ്പെട്ടവർക്ക് കൊടുത്തോളി നിങ്ങൾ. അതെങ്ങനെ? നമ്മുടെ ജാതിയിൽപ്പെട്ട ആളുകളുണ്ട് കണ്ടം ചാടിപ്പോകാനിരിക്കുന്നവർ. നമ്മുടെ ജാതിയിൽപ്പെട്ട ആളുകളുണ്ട് വിഷലിപ്തമായ സാഹിത്യങ്ങൾ വായിക്കുന്നവർ, വേണ്ടാത്ത ചാനലുകൾ കണ്ടിരിക്കുന്നവർ, നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവർ, അതുപോലെ തന്നെ യുക്തിവാദികളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ.
ഏതെങ്കിലും കുടുംബത്തിൽ പോയി കല്യാണം കഴിച്ച് ഒരു കുട്ടിയുടെ കൂടെ ജീവിച്ച് അവളെ മതത്തിലേക്ക് തിരിച്ചു പോകാൻ വെമ്പൽ കൊള്ളുന്ന ചെറുപ്പക്കാർ ഈ സമുദായത്തിലില്ലേ? അവരെ മനസ്സിനെങ്കിലും നിങ്ങൾക്ക് ഇണക്കിക്കൂടെ? വൽ മുഅല്ലഫത്തു ഖുലൂബുഹും എന്ന് പറഞ്ഞതിൽ നോൺ മുസ്ലിമീങ്ങൾ പെടില്ല എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹോദര, മുസ്ലിമീങ്ങൾ പെടില്ലേ? മുസ്ലിമായ ചെറുപ്പക്കാരൻ പെടില്ലേ? അവൻ പെണ്ണ് കെട്ടാൻ വേണ്ടി ജാതി മാറുകയാണ്. അവന് നല്ലൊരു സുന്ദരിയായ വിദ്യാഭ്യാസമുള്ള തറവാടിത്തമുള്ള ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയെ ഈ സമുദായത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കൊടുക്കാൻ അവന് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ സക്കാത്ത് ഫണ്ടിൽ നിന്ന് നീക്കിവെക്കൂ സഹോദര. വൽ മുഅല്ലഫത്തു ഖുലൂബുഹും. അതെന്തിനാ പൈസ കൊടുത്ത് ദീനിൽ കൂട്ടുന്നത്? പൈസ കൊടുത്ത് ദീനിൽ കൂട്ടുകയല്ല, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. പിന്നെ നമ്മുടെ യുക്തിയും ന്യായവും അവിടെ സ്വീകാര്യമാണോ? അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പുറത്തേക്ക് നിങ്ങൾ കൊടുക്കണ്ട. അതിനിപ്പോൾ സൗകര്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും താടിയുടെ ചുവട്ടിലുണ്ട് നമ്മുടെ ആളുകൾ. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവർ പള്ളിയിൽ വരും. അവർ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഇവിടെ കാലുറപ്പിച്ചു നിൽക്കും. എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? പള്ളിയിൽ വരുന്നവന് മാത്രം മതിയോ സക്കാത്ത്? അങ്ങനെയുണ്ട് ചില ആൾക്കാർ. സക്കാത്ത് കൊടുക്കുമ്പോൾ പള്ളിയിലൊക്കെ വരുന്ന ആൾ തന്നെയാണോ എന്നാ കൊടുക്കുക. അങ്ങനെ പള്ളിയിൽ വരുന്നവരെ നോക്കി മാത്രം കൊടുക്കാനുള്ള അല്ല സക്കാത്ത്. അതുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഇസ്ലാമിലെ സക്കാത്തിന്. ഞാൻ വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്. മൂന്നാമത്തെ കാറ്റഗറി വൽഗാരിമീന. കടബാധ്യതയുള്ള ആളുകൾക്ക് സക്കാത്ത് ഉണ്ട്. കടബാധ്യത രണ്ട് നിലക്കുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയവരുണ്ട്, വീട്ടിലെ ചെലവ് നടത്താൻ വേണ്ടി കടം വാങ്ങിയവരുണ്ട്, കുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങിയവരുണ്ട്, രോഗചികിത്സക്ക് വേണ്ടി കടം വാങ്ങിയവരുണ്ട്. ഹറാമ് അല്ലാത്ത എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും സ്വന്തം കാര്യത്തിന് വേണ്ടി കടം വാങ്ങി കടക്കാരനായി പോയവനാണോ അവന് അത് വീട്ടി കൊടുക്കാൻ, ആ കടം വീട്ടാൻ അവൻ്റെ കയ്യിൽ സ്വത്ത് ഇല്ല. അപ്പോൾ അവൻ പാർക്കണ പുര വിറ്റൂടെ ഇരുന്നോ? പുര വിറ്റിട്ട് കടം വീട്ടൽ നിർബന്ധമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ ആജിയാർ സംശയം ചോദിച്ചിരുന്നു, അല്ല പുര ഒന്നും വിറ്റ് കടം വീട്ടണ്ടെന്ന് നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ സമയത്തിൻ്റെ ഇടുക്കങ്ങൾ മനസ്സിലാക്കണം. ആകെ 20 മിനിറ്റ് കൊണ്ട് ഞാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം കൂടി ചിലപ്പോൾ പെറുക്കി പറയാൻ കഴിഞ്ഞോളുന്നില്ല. സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം, അത് വേറെ കാര്യം. കടം ഉള്ളവൻ വീട് വിറ്റിട്ടും കടം വീട്ടണം, അത് അവൻ്റെ ബാധ്യതയാണ്. പക്ഷേ സക്കാത്ത് കൊടുക്കാൻ മുതലാളിമാരാ നാട്ടിലുണ്ടെങ്കിൽ അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം ഇവൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് അവൻ വീട് വിറ്റ് തൊലയാൻ സമ്മതിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഓനെ വീട് വിൽക്കാതെ ഓൻ ആ വീട്ടിൽ തന്നെ താമസിച്ച് കടം കിട്ടാനുള്ളവനോടിച്ച് പോയി പണിയൊക്കിക്കോ എനിക്ക് തരൂല എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ കുടിപ്പര വിറ്റിട്ടെങ്കിലും കടം വീട്ടണം, അത് മറ്റൊരു വിഷയം. അതേസമയത്ത് നിങ്ങൾ കടക്കാരനാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീട് വിൽക്കാതെ തന്നെ കടം വീട്ടാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം വിൽക്കാതെ, വാഹനം മനുഷ്യന് വേണ്ടിയ സംഗതിയല്ലേ? ഒരു 2 വീലർ എന്ന് പറഞ്ഞാൽ ഇന്ന് അത്യാവശ്യമുള്ള സംഗതിയാണ്. നിങ്ങളുടെ വാഹനം വിൽക്കാതെ, നിങ്ങളുടെ ഓട്ടോറിക്ഷ വിൽക്കാതെ, നിങ്ങളുടെ വീട് വിൽക്കാതെ തന്നെ നിങ്ങൾ ഉപജീവനത്തിന് വേണ്ടി കടം വാങ്ങിയതിനെ വീട്ടിക്കളയുവാനുള്ള സംവിധാനം അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ട്. അത് ഈ നാട്ടിലെ മുതലാളിമാരുടെ ബാധ്യതയാണ്, അത് അവർ ശ്രദ്ധിക്കണം. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം സ്വന്തം കാര്യത്തിന് വേണ്ടി കടം വാങ്ങിയവരല്ല, പിന്നെന്തിനു വേണ്ടി കടം വാങ്ങിയവരാണ്? പൊതുവായ നന്മക്ക് വേണ്ടി കടം വാങ്ങിയവർ. നാട്ടിൽ കുഴപ്പമുണ്ടായപ്പോൾ ആ ഫിത്തന അടക്കം ചെയ്യാൻ വേണ്ടി കടം വാങ്ങിയവർ. മുസ്ലിം സമുദായത്തിനെതിരിൽ ഫാസിസ്റ്റുകൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ വേണ്ടി 1 കോടി രൂപ നൽകി സംഭാവന ചെയ്തവരുണ്ട്. കടമായി പോയി ഇല്ലേ? എത്ര പ്രമാദമായ കേസുകളുണ്ട്. പള്ളി പൊളിക്കാൻ വേണ്ടി കേസ് കൊടുക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികളുടെ വൈവാഹിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് കേസ് കൊടുക്കുകയാണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടക്കുമ്പോൾ അവിടെ 1 മണിക്കൂറിന് അല്ലെങ്കിൽ അരമണിക്കൂറിന് 1 കോടി രൂപ വാടക വാങ്ങുന്ന അഭിഭാഷകനുണ്ട്. അദ്ദേഹത്തിന് കൈമടക്ക് കൊടുക്കണമെങ്കിൽ, അദ്ദേഹത്തിന് ഫീസ് കൊടുക്കണമെങ്കിൽ എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ചെലവഴിക്കുന്നു. ഞാൻ മുതലാളിയാണ്, ഞാൻ കോടീശ്വരനാണ്. പക്ഷേ ഞാനൊരു 1 കോടി രൂപ തരാം, ആ കുട്ടിയുടെ കേസ് നടത്തൂ. കേസിൽ പരാജയപ്പെടാൻ പാടില്ല, എൻ്റെ 1 കോടി രൂപ. അങ്ങനെയുള്ള ഒരു മുതലാളി ഞാൻ ഇതിൽ കാശ് വെക്കുന്നു എങ്കിൽ ഞാൻ കടക്കാരനായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ 1 കോടി രൂപ തിരിച്ചു തരാൻ ഈ സമുദായം ബാധ്യസ്ഥരാണ്. അല്ല മൂപ്പര് മുതലാളിയല്ലേ, മൂപ്പര് കുഞ്ഞും കൊടുത്തൂടെ? അല്ല,
മൂപ്പര് മുതലാളിയാണോ തൊഴിലാളിയാണോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ പറഞ്ഞിരുന്നു 8 കാറ്റഗറി ഉണ്ട്. അതിൽ മുതലാളിയുമുണ്ട്, മുതലാളി അല്ലാത്തവരും ഉണ്ട്. കാരണം ഇതൊക്കെ ഓരോ മോട്ടിവേഷനാണ്. മുതലാളിമാരാണ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ പെരടിയിൽ എല്ലാം ഇടുന്ന സംവിധാനം ഇസ്ലാമിലില്ല. അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. മുതലാളിമാർ കാശ് കയ്യിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുമ്പോൾ അവരെ മനസ്സിൽ തോന്നണം, നമ്മളിത് ചെലവഴിച്ചാലും ഈ സമുദായം നമ്മുടെ കൂടെ നിൽക്കും, നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ പരിശുദ്ധ ഖുർആനിൽ നിയമങ്ങളുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ ചെലവഴിക്കും. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? പ്രോത്സാഹനം, ദാനം ചെയ്യുക എന്നല്ല ഖുർആൻ പറഞ്ഞത്. ദാനം ചെയ്യുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ദാനത്തിൻ്റെ പ്രോത്സാഹനം എത്ര സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, നബിയെ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരെ നിങ്ങൾക്കറിയുമോ നബിയേ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവൻ യതീം കുട്ടിയെ തള്ളിവിടുന്നവനാണ്, യതീമിനെ ആട്ടിവിടുന്നവനാണ്. വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. രണ്ടാമതെന്താ പറഞ്ഞത്? മിസ്കീൻ്റെ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. എങ്ങനെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നോക്കി. അറബി ഭാഷ അറിയുന്ന മുതാലിമീങ്ങളുണ്ട് ഇവിടെ. വലാ യഹുല്ലു അലാ ഇത്ആമിൽ മിസ്കീൻ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് നമുക്ക് തോന്നും. അങ്ങനെയല്ല പറഞ്ഞത്. വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. ഈ ത്വാം എന്നും അറബിയിൽ പറയും, ത്വാം എന്നും അറബിയിൽ പറയും. ഈ ത്വാം എന്ന് പറഞ്ഞാൽ അവന് ഭക്ഷിപ്പിക്കുക, പാവപ്പെട്ടവന് തിന്നാൻ കൊടുക്കുക. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താ? വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണം കൊടുക്കുക. എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. പാവപ്പെട്ടവൻ്റെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഓൻ്റെ ഭക്ഷണ, അതെല്ലാം എടുത്തു കൊടുത്താളാ, എൻ്റെ ഭക്ഷണം അല്ലത്. എന്തൊരു കിടിലൻ പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. പാവപ്പെട്ടവൻ്റെ ഭക്ഷണം കൊടുക്കൂ, അപ്പോൾ ഓൻ്റെതാണ്. പരിശുദ്ധ ഖുർആൻ സക്കാത്ത് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ശുദ്ധീകരണം. കാരണം നിങ്ങൾ 1 കോടി രൂപയിൽ 25,000 രൂപ, 2.5 ലക്ഷം രൂപ നിൻ്റെതല്ല. നിന്റെ കൈവശത്തിലുള്ള 1 കോടി രൂപയിൽ 2.5 ലക്ഷം രൂപ നിൻ്റേത് അല്ല. അത് ഈ നാട്ടിലെ അവകാശികളുടേതാണ്. അവകാശികൾക്ക് വിട്ടുകൊടുക്കാത്ത കാലത്തോളം നിങ്ങളുടെ 1 കോടി പൂർണ്ണമായി മാലിന്യമാണ്. ആ മാലിന്യത്തിൽ നിന്ന് ഈ 2.5 ലക്ഷം രൂപ നിങ്ങൾ എന്നാണോ നീക്കി വെക്കുന്നത്, അന്ന് നിങ്ങളുടെ 1 കോടി തീർത്തും ശുദ്ധമാകും. അത് നീക്കി വെക്കാത്ത കാലത്തോളം നിങ്ങളുടെ സമ്പത്ത് തീർത്തും മലിനമാണ്. അതാണ് സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. അത് നിങ്ങളുടേതല്ല, അത് അവകാശിയുടേതാണ്. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ പ്രയോഗം ഈ ത്വാം എന്ന് പറയേണ്ട സ്ഥലത്ത് വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണം അവന് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാത്തവൻ. കണ്ടോ, കൊടുക്കാത്തവൻ എന്നുമല്ല പറഞ്ഞത്, പ്രേരിപ്പിക്കാത്തവൻ. അപ്പോൾ സമൂഹത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം, മോട്ടിവേഷൻ. എല്ലാവരും കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകട്ടെ. വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ. സൂറത്തുൽ മാഊനിൽ നിസ്കാരവുമുണ്ട് സക്കാത്തുമുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. സക്കാത്ത് കൊടുക്കാത്തവരാണ്. മാഊൻ എന്ന് പറഞ്ഞാൽ സക്കാത്ത് എന്ന് അർത്ഥമുണ്ട്. കണ്ട നിങ്ങൾ, ഒരൊറ്റ ചെറിയ സൂറത്ത്, ആ സൂറത്തിൽ നിസ്കാരവും സക്കാത്തും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ താഴോട്ട് വരൂ. 2-ാമത്തെ അധ്യായം ഏതാണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നിസ്കാരം അതിലുണ്ട്, നിങ്ങൾ കണ്ടോ? സക്കാത്ത് അതിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് നബിയെ വിളിച്ചു പറയുകയാണ്, നബിയെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരും, പക്ഷെ പേടിക്കണ്ട. മക്ക കാലഘട്ടത്തിൽ പറയുന്നു, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് മക്കയിലല്ല മദീനയിലാണ് എന്ന്. അവരങ്ങനെ പറയാൻ കാരണം വലിയ സന്തോഷ വാർത്തയല്ലേ, സന്തോഷ വാർത്തയൊക്കെ മദീനയിലല്ലേ? അല്ല, മക്കയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷ വാർത്ത കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിന് കൊടുത്തുകൂടാ? അങ്ങനെ അള്ള പറയുകയാണ്, ഇന്നാ അഅ്തൈനാക അൽ കൗസർ, നബിയെ നിങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞു. മാളിയ ഫീല ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ്. നബിയെ തീർച്ചയായും ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധ കഅബാലയത്തെ തന്നു കഴിഞ്ഞു. കഅബാലയത്തിൻ്റെ മുതവല്ലി ആരാണ്? അയാളാണ് ലോകത്തിൻ്റെ നേതാവ്.
അത് അബൂജാഹിലിന് അറിയാം, അബൂലഹബിന് അറിയാം. അബൂലഹബായിരുന്നു കാബാലയത്തിൻ്റെ ഖജനാവ് സൂക്ഷിച്ചിരുന്നത്, അറുപിശുക്കനായിരുന്നു, യതീമിനെ ആട്ടിവിടുന്നവനായിരുന്നു. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് പറഞ്ഞത് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സമ്പത്ത് അവൻ ഉപകരിച്ചില്ല. എന്നാൽ നബിയെ, കാബാലയത്തെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കാബ വന്നാൽ ലോകത്തിൻ്റെ നേതൃത്വം നിങ്ങളുടെ കൈകളിലേക്ക് വരും. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, കൗസറിന് പല അർത്ഥമുണ്ട് കേട്ടോ. ഏറ്റവും വലിയ നന്മ എന്ന് കൗസറിന് അർത്ഥമുണ്ട്. സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ എന്ന് കൗസറിന് അർത്ഥമുണ്ട്. ഹൗലുൽ കൗസർ എന്ന് പറയുന്ന കൗസർ ആണ് അത് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഒരു വിഭാഗം ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നു ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ പരിശുദ്ധ കാബാലയം നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു. നിങ്ങൾ മദീനയിലെന്ന് പോയി വരണം, അത്രേ ഉള്ളൂ. ഇപ്പം കിട്ടാനായിട്ടില്ല. നിങ്ങൾ മദീനയിലെന്ന് പോയി വരണം, കാബാലയം നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്കുള്ളതായി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? നിങ്ങളുടെ ഗുണമേന്മ എന്താണ്? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ നിസ്കരിക്കണം, ബലി നൽകണം. നിസ്കരിക്കണം, ബലി നൽകണം. കാരണം നിസ്കാരം നേരത്തെ പറഞ്ഞിന് ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഒരു വിഭാഗം നിസ്കാരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേണ്ടാത്ത കപട വിശ്വാസികളുടെ നിസ്കാരം. വമാ സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുക്കാഅൻ വതസ്ദിയ എന്ന് പറഞ്ഞ ഒരു വിഭാഗം നിസ്കാരക്കാരുണ്ട്. വിസിലടിക്കുന്ന, കൈയടിക്കുന്ന, ബഹളം വെക്കുന്ന നിസ്കാരം, അങ്ങനെയുള്ള നിസ്കാരമല്ല, മുനാഫിക്കിൻ്റെ നിസ്കാരമല്ല. ഫസ്വല്ലി ലിറബ്ബിക, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. വൻഹർ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ബലി നൽകണം. ബലി എന്ന് പറഞ്ഞാൽ ദാനമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന അഅ്തൈനാക്കൽ കൗസറിലും സക്കാത്തും ഉണ്ട്, നിസ്കാരവും ഉണ്ട്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, നബിയെ നിങ്ങളെ പരിഹസിക്കുന്നവനാണ് കുറ്റിയറ്റുപോയവൻ, വാലറ്റുപോയവൻ, വേരറ്റുപോയവൻ. ഇവർ പറഞ്ഞ് മുഹമ്മദ് നബിയും അനുയായികളും ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് ഭാവിയിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ പേടിപ്പിക്കൽ. ഓൻ്റെ ഭാവി തൊലഞ്ഞു പോകും, ഓൻ കുരുത്തം കെട്ടുപോകും, ഓനെ ക്ലച്ച് പിടിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അള്ള മറുപടി പറഞ്ഞു ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, നബിയെ നിങ്ങളെ എതിരാളികളാണ് കുറ്റിയറ്റു പോവുക. നിങ്ങൾ എത്ര കൊടുത്താലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. കാരണം കൊടുക്കുന്നവരെ പരിഹസിക്കുന്നവരുണ്ടായിരുന്നു. കൊടുക്കുന്നവരെ പരിഹസിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ള പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫി സ്വദഖാതി വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. മുഹമ്മദ് നബിയും അനുയായികളും നന്നായി ദാനം കൊടുക്കുന്നവരാണ്. അപ്പം മറ്റോര് പരിഹസിച്ചു, ഇവർ കൊടുത്ത് തൊലഞ്ഞു പോകും, ഒരാപ്പീസ് പൂട്ടിപ്പോകും, ഓരോ കച്ചവടം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് പരിഹസിച്ചവരോട് അള്ള പറയുന്നു ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, നബിയെ നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങൾ കൈയഴഞ്ഞു കൊടുത്തോളൂ, നിങ്ങൾ അനുയായികളും കൊടുത്തുകൊള്ളട്ടെ. നിങ്ങൾ വാലറ്റ് പോവുകയില്ല, നിങ്ങളെ കച്ചവടം നഷ്ടക്കച്ചവടമല്ല, നിങ്ങൾ കുറ്റിയേറ്റു പോവുകയില്ല, നിങ്ങൾക്ക് പിന്തുടർച്ച ഉണ്ടാകും, നിങ്ങളുടെ സന്താന പരമ്പരകൾ ഇവിടെ നിലനിൽക്കും നബിയേ. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. അപ്പോൾ ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ സൂക്തവും അവസാനത്തെ സൂക്തവും വമ്പിച്ച സുവിശേഷമാണ്. അതിൻ്റെ നടുമധ്യത്തിൽ പറഞ്ഞത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ നിസ്കരിക്കുകയും ബലി നൽകുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ വൽ ഗാരിമീൻ എന്ന് പറഞ്ഞാൽ കടക്കാരായ ആളുകൾ പൊതുവായ മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കണം. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ എന്ന് ഖുർആനിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. വലാ തഹാല്ലൂൻ എന്ന് വേറെ ഒരു ആയത്തിൽ പറഞ്ഞതായി കാണാം. അപ്പോൾ സ്വന്തമായിട്ട് സ്വകാര്യം കൊടുത്താൽ മാത്രം പോരാ, കൊടുക്കാൻ പ്രേരിപ്പിക്കണം. കൊടുക്കുന്ന ആളുകളെ കുറിച്ച് നല്ലത് പറയണം. അല്ല ഓൻ എന്തൊരു കൊടുക്കല ഇത്, ഓനുണ്ട വല്ല ഭ്രാന്തും. എന്നാൽ വല്ല ഫുട്ബോൾ ടൂർണമെൻറ്റിന് കൊടുത്താലോ ഒരു പ്രശ്നവുമില്ല. അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ അവനെ പിന്തിരിപ്പിക്കാൻ പാടില്ല. സമൂഹത്തിൽ കൊടുക്കൽ വ്യാപകമാകണം. സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെ കൊടുത്ത് കടക്കാരാകുക, ഏത് സംഭാവന കൊടുത്ത് കടക്കാരനായി. എന്നാൽ നിങ്ങളെ സക്കാത്തിൽ നിന്ന് കൊടുത്തിട്ട് അവൻ്റെ നട്ടല് നിവർത്തി വെക്കണം. ഫക്കീർ ആവാൻ പാടില്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം നടു ഒടിഞ്ഞവെന്ന. ഫക്കർ എന്ന് പറഞ്ഞ നട്ടല് അറബി ഭാഷയിൽ നമ്മളിതില്ല അൽ അമൂദുൽ ഫക്കരി, ബോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അതിൻ്റെ അറബിയാണ് ഫക്കർ, നട്ടല്. ഫക്കീർ എന്ന് പറഞ്ഞ നട്ടലില്ലാത്തവൻ. സമൂഹത്തിൽ നട്ടലില്ലാത്തവരുണ്ടാകാൻ പാടില്ല. നടു ഒടിഞ്ഞ് കിടക്കുന്നവരുടെ നടു നിവർത്തി വെക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്.
അതുകൊണ്ട് പൊതുവായ നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോടികൾ തിരിച്ചു കൊടുക്കാൻ ഇവിടെ മുതലാളിമാരുടെ ഫണ്ടിൽ വകയിരുത്തേണ്ടതുണ്ട്. പൊതുവായ നന്മ എന്ന് പറഞ്ഞ ഒരുപാട് നന്മയുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ചെറിയ ഉദാഹരണങ്ങളാണ്, കേസും കൂട്ടവും ചെറിയ ഉദാഹരണമാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സമയം കിട്ടിയാൽ ഞാനതെല്ലാം പറഞ്ഞു തരാം. ഇനി ഒരു അവകാശിയെ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വഫീ സബീലില്ലാഹ്, മറ്റൊരു അവകാശിയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഫീ സബീലില്ലാഹ്. എന്താ ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ? ഫീ സബീലില്ലാഹ് എന്നതിന് പണ്ഡിത ലോകത്ത് പല അഭിപ്രായങ്ങളും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും അതേസമയം ഗവൺമെൻറ് തസ്തികയിൽ നിന്ന് ശമ്പളം വാങ്ങാത്തവരുമായ ആളുകൾ. ഇസ്ലാമിക ഭരണകൂടത്തിൽ ശമ്പളക്കാരായ പട്ടാളക്കാരുണ്ടാകും, അവർക്ക് സക്കാത്ത് ഇല്ല. അതേസമയത്ത് ശമ്പളക്കാരല്ലാത്ത വോളണ്ടിയറായി സ്വയ ഇഷ്ടപ്രകാരം ഞാനും വരാം നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകൾക്ക് അവർ മുതലാളിമാരാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. ഇപ്പം തിരിഞ്ഞോ? മുതലാളിക്കുണ്ട് സക്കാത്ത്. അവൻ മുതലാളിയാണ്, അവൻ ഗവൺമെൻറ് പട്ടാള ഓഫീസറല്ല, പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യമുണ്ട്. അവൻ നല്ല ഒരു സൈനിക വാഹനം ഓട്ടാൻ അവന് കഴിയും, അവന് ഒരു യന്ത്ര തോക്ക് ഉപയോഗിക്കാൻ അറിയും, അവന് വൈമാനികനായി യാത്ര ചെയ്യാൻ കഴിയും എങ്കിൽ അവന് സക്കാത്തിൻ്റെ വിഹിതം കൊടുക്കണം. അവൻ മുതലാളി ആയിക്കോട്ടെ. ഇതാണ് പണ്ഡിതന്മാരിൽ പ്രബലമായ അഭിപ്രായം. എന്നാൽ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, മാലിക്കി മദ്ഹബിലൊക്കെ അത് പട്ടാളക്കാരന് തന്നെ ആയിക്കോളണം എന്നില്ല, സൈനികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കാം. അപ്പം അതൊരാൾക്കല്ല കൊടുക്കുക. സൈനികമായ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സൈനിക വിമാനം വാങ്ങേണ്ടതുണ്ട്, സൈനിക വാഹനം വാങ്ങേണ്ടതുണ്ട്, ഒരു ഉപകരണം വാങ്ങേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് എടുക്കാം എന്ന് മാലിക്കി മദ്ഹബിൽ നിലപാട് ഉണ്ട്. അപ്പം പട്ടാളക്കാരൻ്റെ കയ്യിലേക്ക് നേരിട്ട് സക്കാത്ത് കൊടുക്കണം എന്ന നിലപാട് മാത്രമല്ല, എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഷെയ്ഖ് യൂസുഫുൽ ഖർളാവി റഹിമഹുള്ളയെ പോലെയുള്ളവർ പറഞ്ഞു, യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള യുദ്ധമല്ല ഉള്ളത്. അങ്ങനെയുള്ള യുദ്ധം നടക്കുന്ന സ്ഥലമുണ്ട്, ഇപ്പോഴത്തെ ഗസയുണ്ട്, ഫലസ്തീനുണ്ട്, ഞാനത് മറക്കുകയല്ല. അവർക്ക് വേണ്ടത് സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് നൽകപ്പെടേണ്ടതുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ലോകവ്യാപകമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, അതിനേക്കാളും വലിയ യുദ്ധം ദൈക്ഷണിക യുദ്ധമാണ്. മുസ്ലിം ലോകത്തെ ദൈക്ഷണികമായി കടന്നാക്രമിക്കുകയാണ്. അത്തരം കടന്നാക്രമങ്ങളെ ചെറുക്കാൻ നാവ് കൊണ്ട് യുദ്ധം ചെയ്യണം. ഫമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതായി കാണാം. തൻ്റെ നാവ് കൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ, ഫമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരിൽ നാവ് കൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ വിശ്വാസിയാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഫമൻ ജാഹദഹും ബിഖൽബിഹി, ഹൃദയം കൊണ്ട് യുദ്ധം ചെയ്യുന്നവർ എന്ന് വരെ ഹദീസിൽ പറഞ്ഞതായി കാണാം. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഈ ചില പണ്ഡിതന്മാരുടെ നിഗമനപ്രകാരം അവർ പറയുന്നത് ഇന്ന് അപ്രകാരത്തിലുള്ള യുദ്ധമില്ലെങ്കിലും അതിനേക്കാളും ശക്തമായ യുദ്ധം മുസ്ലിം ലോകത്തിനെതിരിൽ അശ്ലീല യുദ്ധം അഴിച്ചുവിടപ്പെടുന്നുണ്ട്. ആ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ മുസ്ലിം നേതൃത്വത്തിന്, നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർക്ക്, നമ്മുടെ മുസ്ലിം കാരണവന്മാർക്ക്, നമ്മുടെ ഇസ്ലാമിൻ്റെ നേതൃത്വത്തിന് പവർ കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണം പറയാം, ക്രിസ്ത്യൻ മിഷനറി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യൻ മിഷനറി കോടിക്കണക്കിന് $1 മില്യൺ അവർക്ക് സക്കാത്ത് എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ല. സ്വത്തിൻ്റെ നിശ്ചിത വിഹിതത്തിൽ നിന്ന് നിർബന്ധ ദാനം എന്ന് പറയുന്ന സംഗതി പോലും അവർക്കില്ല. എന്നിട്ട് പോലും കോടിക്കണക്കിന് $1 മില്യൺ അവരുടെ മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അവർ ചെലവഴിക്കുന്നു. നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് അവർ സൗജന്യ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നു, അവർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു, ഇംഗ്ലീഷ് മീഡിയങ്ങൾ നിർമ്മിക്കുന്നു, മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുന്നു. നമ്മുടെ കുട്ടികൾ പോകില്ലേ? ആര് പറഞ്ഞു പോകില്ലാന്ന്? ഞമ്മക്ക് എവിടെ പോയാലും വേണ്ടില്ല, വിദ്യാഭ്യാസം കിട്ടിയാൽ മതി. നമ്മുടെ കുട്ടികളെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നു. അവരുടെ ആഫീസിൽ പോയി കരാട്ടെ പഠിക്കുന്നു. ഇപ്പം ഞാൻ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞില്ലേ, അത് കരാട്ടെ പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. മുസ്ലിം പെൺകുട്ടികൾ കരാട്ടെ പഠിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ കരാട്ടെ പഠിക്കാൻ ഈ മാതിരി കോമാളികളുടെ അടുക്കലേക്ക് നമ്മുടെ കുട്ടികളെ കൊടുക്കാൻ പാടില്ല. ഞാൻ പഠിപ്പിക്കുന്ന പെൺകുട്ടികളുണ്ട് കരാട്ടെ പഠിക്കുന്നവർ, സ്ത്രീകളാണ് പഠിപ്പിക്കുന്നത്. സ്ത്രീകളെ നോക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ വേണം. കരാട്ടെ പഠിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അതേ സമയത്ത് അതൊക്കെ കരുതലോടുകൂടി വേണം.
അപ്പം ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കലാലയങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ ഇംഗ്ലീഷ് മീഡിയങ്ങൾക്ക് പകരമായി, അവരുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പകരമായി ഈ സമുദായത്തിലെ കുട്ടികളുടെ നാണവും ആദർശവും ചോർന്നു പോകാതെ നട്ടല് നിവർത്തി നിന്നുകൊണ്ട് ഖുർആനും സുന്നത്തും പഠിക്കുന്നതിൻ്റെ കൂടെ ഭൗതിക ജീവിത സാമഗ്രികളും ഉപാധികളും കൈവശപ്പെടുത്തുന്ന രീതിയിൽ പഠിച്ചു ഉയരാൻ അവർക്ക് കലാലയങ്ങൾ സ്ഥാപിക്കുന്നത് ജിഹാദിൻ്റെ വിശാല അർത്ഥത്തിൽ വരുന്നു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമുക്കത് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. പേന കൊണ്ട് എഴുതണം, നാവ് കൊണ്ട് സംസാരിക്കണം, ചാനലുകൾ വേണം. ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ സമുദായത്തിന് ചാനലുകൾ വേണ്ട എന്നാണോ പറയുന്നത്? ചാനലുകൾക്ക് സംഭാവന കൊടുക്കുന്നവരുണ്ട്, എനിക്കറിയാം. പല ചാനലുകളും ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ചാനലുകൾക്ക് 10,000-ഉം ലക്ഷവും കോടിയും സംഭാവന കൊടുക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങളെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ വകുപ്പുണ്ട്. ജിഹാദിൻ്റെ വിശാല തലമുണ്ട് ഇവിടെ. അപ്പം അവിടെ അതിലിപ്പം മറ്റേ പരസ്യം വരൂലേ, ആ പരസ്യം ഹറാമല്ലേ? സഹോദരന്മാരെ, ഇത് കാലം മാറിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കിണറ്റിലെ തവളകളാകാൻ പാടില്ല. മുസ്ലിം ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക ലോകത്ത് ഒരു ഖിലാഫത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ സങ്കല്പിക്കൂ, അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മുസ്ലിമീൻ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഖലീഫ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാലോചിച്ചാൽ മതി. ഞാൻ പലപ്പോഴും പലരോടും ഷെയർ ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങൾ. നമ്മുടെ ഇൻഷുറൻസ് സംവിധാനങ്ങൾ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കോത്താമ്പിയുണ്ട് നമ്മുടെ തലക്ക് മുകളിൽ. ഇൻഷുറൻസ് ഇല്ലാത്ത ജീവിതം പോലും ഇല്ല ഇന്ന്. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനെല്ലാം നമ്മൾ വശംവദരായി പോയത്, അടിമപ്പെട്ടു പോയത് ഇസ്ലാമിക ഭരണകൂടം ഇവിടെ ഇല്ലാതായി പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ബദൽ സംവിധാനം നമ്മൾ അന്വേഷിക്കണം. ബദൽ സംവിധാനമാണ് നമ്മുടെ ഈ സക്കാത്തിൻ്റെ ക്രിയാത്മകമായ പ്രയോഗവൽക്കരണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മിസ്കീന്മാർ നമ്മളെ ഉമ്മരപ്പടിയിൽ കയറി വരുമ്പോൾ അവർക്ക് നീട്ടിക്കൊടുക്കുന്ന 2 രൂപയുടെ നാണയമല്ല. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളെ പുരൻ്റെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട് വന്നിട്ട് ഇരിക്കണം, എന്നിട്ട് 2 രൂപ. അതല്ല സക്കാത്ത്. അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ മാറി ചിന്തിക്കുക. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി, ഉമ്മത്തിന് നട്ടല് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ആവിഷ്കരിച്ചിട്ടുള്ള ബഹുമുഖ പദ്ധതിയുടെ പേരാണ്, നിങ്ങളുടെ സമ്പത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ശുദ്ധീകരണത്തിന് വേണ്ടി അള്ളാഹു ആവിഷ്കരിച്ചിട്ടുള്ള ബഹുമുഖ പദ്ധതിയുടെ പേരാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതിനെ കളിയാക്കി, തമാശയാക്കി, കേവലം ഒരു ആചാരമാക്കി മാറ്റുന്നതിന് പകരം പ്രിയപ്പെട്ട സഹോദരന്മാരെ, പഠിക്കാൻ തയ്യാറാവുക. പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ നട്ടല് കാണിക്കുക. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം കാണിക്കുക. നമ്മൾ ഈ പള്ളിയുണ്ട്, ഇവിടെ ദർസുണ്ട്, മദ്രസയുണ്ട്. ഇത്തരം സംവിധാനങ്ങളെ എല്ലാം വിശാലമായ ജിഹാദിൻ്റെ തലത്തിൽ, ആശുപത്രികൾ നിങ്ങൾ നോക്ക്, ആശുപത്രികളിൽ കൊണ്ടുപോയി എന്തെല്ലാം നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷണറികൾ ഇവിടെ എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെപ്പറ്റി നമുക്കൊരു ആശുപത്രി വേണം, ഒരു മെഡിക്കൽ കോളേജ് വേണം എന്ന് പറയുമ്പോൾ അവിടെ തലചൊറിയും. അതിനിപ്പം ഇവിടുന്ന ഫണ്ട് കിട്ടുക, അതിന് ഒരു മൊയ്യാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കള്ളക്കറാമത്തും കള്ളക്കഥകളും പറഞ്ഞിട്ട് പാതിരാ പ്രസംഗം നടത്തിയിട്ട് വേണ്ടാത്ത നൂലാമാലകൾ പറഞ്ഞിട്ട് പിരിവെടുക്കേണ്ട ആവശ്യമില്ല. നിർബന്ധിത സക്കാത്ത് ഉണ്ട് ഇവിടെ. അല്ല, അതിനൊക്കെ പിരിവെടുത്താൽ പോരെ. പിരിവ് എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ ദാനാണ്. അതിനാണ് ആളുകൾ നുണ പറയേണ്ടി വരുന്നത്. കള്ളക്കറാമത്തുകൾ പറയുന്നത് ഐച്ഛിക ദാനം ആളുകളെ കയ്യിൽ നിന്ന് കിട്ടൂല പലപ്പോഴും. എന്നാൽ നിർബന്ധിത ദാനമുണ്ട്. എടുക്കൂ 2.5 ലക്ഷം, നിങ്ങളുടെ ഒരു കോടിയിൽ 2.5 ലക്ഷം ഈ സമുദായത്തിൻ്റെതാണ്, അതിങ്ങോട്ട് എടുക്കൂ എന്ന് പറയുന്ന ശൈലിയിൽ നിർബന്ധിത ദാനമുണ്ട് ഇവിടെ. ആ ദാനം ഈ സമുദായത്തിലെ മുതലാളിമാർ മുഴുവനും എടുത്താൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇവിടെ നമുക്ക് ഹോസ്പിറ്റലുകളായി, ഇവിടെ നമുക്ക് ചാനലുകളായി, ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റികളായി, ഇവിടെ നമുക്ക് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളായി, ഇവിടെ നമുക്ക് പ്രതിരോധ സംവിധാനങ്ങളായി, ഇവിടെ നമുക്ക് കല്യാണ മാരേജ് ബ്യൂറോ ആയി. ഇവിടെ എന്തിൻ്റെ പോരായ്മയാണ് ഉള്ളത്? ഇല്ല. പക്ഷേ ഇന്ന് സക്കാത്തിൻ്റെ ക്രിയാത്മകമായ പ്രയോഗവൽക്കരണം അസ്തമിച്ചു പോയി. പല കിംവദന്തികളും പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഓരോരുത്തർ ഒറ്റക്കൊറ്റക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അതിന് നമ്മളെ കൂട്ടത്തിൽ തന്നെ പെട്ട പല ആളുകളും അതിനുവേണ്ടി മസാലകളും ഒക്കെ വളച്ചുകെട്ടി മദ്ഹബൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ മദ്ഹബ് എന്ന് പറയുന്നത് ഇരുമ്പോലൊക്കെ അല്ല എന്ന് മനസ്സിലാക്കണം. ഷാഫി മദ്ഹബ് മാത്രമല്ല മദ്ഹബ്.
അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞ മദ്ഹബുകളെ മുഴുവനും പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ച് പരിശോധിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടത്തിനോട് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഈ ഉമ്മത്തിൻ്റെ അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ നേതൃത്വം കൊടുക്കാനാണ് പണ്ഡിത നേതൃത്വം മുന്നോട്ട് വരേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തോടും എൻ്റെ സംസാരം കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കേട്ടതിനെയും പറഞ്ഞതിനെയും എല്ലാം അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.